നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നമ്മുടെ നയന ആദ്യമായിട്ട് മരുമകളായതിൻ്റെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മുത്തശ്ശിയും ജലജയും അതുപോലെ തന്നെ ദേവയാനിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് നല്ല ചായയൊക്കെ ആയിട്ട് നമ്മുടെ നയന വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട്, ചായ ഇവളിട്ട് തുടങ്ങി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ഇനി അമ്മയല്ലേ എല്ലാ ദിവസവും അടുക്കളയിൽ കയറി ചായയൊക്കെ ഇടുന്നത്, ഇനി തൊട്ട് ഞാൻ അടുക്കളയിലൊക്കെ കയറാം. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ഞാൻ എൻ്റെ പാചക രീതിയെല്ലാം മറന്നു പോകും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും വീണ്ടും ചിലച്ച് പറയുന്നുണ്ട്, ഈ ചായ കുടിക്കാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, വേണമെങ്കിൽ കുടിച്ചാൽ മതി എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ജലജ ദേവയാനയോട് നോക്കിയിട്ട് പറയുകയാണ്, ഏട്ടത്തി പറഞ്ഞത് കേട്ടോ, വേണമെങ്കിൽ കുടിച്ചാൽ മതിയെന്ന്. അന്നേരത്തേക്കും എന്തിനും മറുപടിയായിട്ടല്ല നമ്മുടെ ദേവയാനി മറുപടി പറയുന്നത്, നമ്മുടെ നയനയുടെ മുഖം നോക്കിയിട്ട് പറയുകയാണ്, എപ്പോഴും അടുക്കളയിലൊന്നും കയറണ്ട കേട്ടോ, ഇപ്പോൾ ചായ ഇട്ടതൊക്കെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. പിന്നീട് നമ്മുടെ നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് മുത്തശ്ശൻ പറഞ്ഞായിരുന്നല്ലോ, എന്നിട്ട് എന്താ ഇത്ര നേരമായിട്ട് അവർ കാണാത്തതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനി അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, അസുഖം കൂടിയോ എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ. കാരണം മുത്തശ്ശിക്ക് അറിയാലോ അദ്ദേഹത്തിന് അസുഖം ഇല്ലെന്നുള്ള വിവരം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അദ്ദേഹത്തിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ജ്വല്ലറിയിൽ സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട് കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ഇനി അതുമായിട്ട് എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ നമ്മുടെ ദേവേനെ പറയുന്നുണ്ട്, നമ്മുടെ ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അമ്മേ. ഈ വിഷുവിന് റെക്കോർഡ് സെയിലല്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ നമ്മളോട് വിരോധമുള്ള ശത്രുക്കൾ ആരെങ്കിലും അങ്ങനെ ചെയ്തതായിരിക്കും എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്ന് പറയുമ്പോഴാണ് നമ്മുടെ വണ്ടി അങ്ങോട്ടേക്ക് എത്തുന്നത്. നമ്മുടെ മുത്തശ്ശനും അതുപോലെ തന്നെ അബിയും അതുപോലെ തന്നെ കുഞ്ഞുമോളും ആദർശും കൂടെ കയറി വരികയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 പേരും ഇങ്ങനെ നിൽക്കുവാണ്. അബിയുടെ കയ്യിലാണ് കുഞ്ഞു കേട്ടോ. മോളെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഞാനാണ് അച്ഛൻ, അതാണ് വലിയച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി മുത്തശ്ശൻ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ എല്ലാവരും വരുന്നത്. എല്ലാവരുടെ മുഖത്ത് ആ ഒരു ഇതിങ്ങനെ ഇരിക്കുകയാണ്, എന്ത് പറയും എങ്ങനെ പറയും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ മൊബൈലൊക്കെ ഇങ്ങനെ ഇട്ട് തട്ടുന്നുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, കള്ളം പറഞ്ഞ് എനിക്ക് ശീലമില്ല, അതുകൊണ്ട് നീ എല്ലാം പറഞ്ഞേക്കണം എന്നിങ്ങനെ നമ്മുടെ അബിയോട് പറയുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് കയറി വരുമ്പോഴത്തേക്കിനും എല്ലാവരും ചോദിക്കുകയാണ്, ഈ കുട്ടി ഏതാ, ഈ കുട്ടി ഏതാ, ഈ കുഞ്ഞേതാ, ഈ കുഞ്ഞേതാന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അബി പറയുന്നുണ്ട്, ഈ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചുപോയി, അടക്കം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അടക്കം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ കുഞ്ഞിനെ കൂട്ടിയതാണോ എന്നിങ്ങനെ ചിലച്ച് ചോദിക്കുവേ, അച്ഛനതിങ്ങനെ ഏറ്റെടുത്തതാണോ എന്നിങ്ങനെ ദേവയാനിയും ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും 3 പേരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയും, ഈ കുഞ്ഞിനെ ഏറ്റെടുക്കേണ്ട ബന്ധുക്കൾ നമ്മൾ തന്നെയാണെന്ന് ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കിനും എല്ലാവരും ജലജ ഇങ്ങനെ വാപൊളിക്കുവാണ്, എല്ലാവരും ഇങ്ങനെ വാപൊളിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും മുത്തശ്ശി ഇങ്ങനെ പറയും, ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശി ഇങ്ങനെ അബിയെ നോക്കും കേട്ടോ. കാരണം മുത്തശ്ശിനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അബി തന്നെ പറയണം. നമ്മുടെ അഭി പറയാണ്, എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ തെറ്റായ മാർഗത്തിലൂടെ നടന്നവനാണെന്ന്, അങ്ങനെ തെറ്റായ മാർഗത്തിൽ നടന്നപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും എല്ലാവരും ഞെട്ടുവാണേ. മോളുടെ അമ്മ ഇത്രയും നാളും മാറി നിൽക്കുകയായിരുന്നു, പിന്നെ മാരകമായിട്ടുള്ളൊരു രോഗമുണ്ട്. അവസാന നിമിഷത്തിലാണ് മോളുടെ അമ്മ മുത്തശ്ശനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അമ്മ ബഹളമൊന്നും ഉണ്ടാക്കരുത്, അമ്മയുടെ കൊച്ചുമോള് തന്നെയാണ് ഇത് എന്നിങ്ങനെ അബി ജലജയോട് പറയുമ്പോഴത്തേക്കിനും ജലജ ഇങ്ങനെ തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് മിണ്ടരുത് എന്നൊക്കെ പറയുകയാണേ. ചേച്ചി ഏത് സമയത്തും ആശുപത്രി കൊണ്ടുപോകണം, പ്രസവവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു കാര്യം പറയാൻ പറ്റുമോ? അബിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്നേഹിക്കുന്നുമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ നയനയും പറയുകയാണേ. വേറെ മറ്റൊരു വഴിയില്ലാഞ്ഞതുകൊണ്ടാണ് മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ മുത്തശ്ശൻ നയനോട് പറയുക. അന്നേരത്തേക്കിനും നമ്മുടെ ദേവേനും പറയുക, വീടിനകത്തൊരു പൊട്ടിത്തെറി ഒഴിവാക്കാനായിട്ട് മറ്റ് പല വഴികളും ഉണ്ടായിരുന്നല്ലോ അച്ഛൻ ഇങ്ങനെ ദേവേനും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ മോളെ മറ്റെവിടേക്കെങ്കിലും മാറ്റിക്കൂടായിരുന്നോ അച്ഛൻ ഇങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അത് പിന്നെ കുഞ്ഞിൻ്റെ അമ്മ എന്നെ വിളിച്ചത്, അവൾ ആശുപത്രി കിടന്ന ലാസ്റ്റ് അവസാനത്തെ വാക്ക് പറഞ്ഞത് അവൾ അനന്തപുരിയിലെ കൊച്ചുമോളാണെന്ന് എൻ്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണേ. അങ്ങനെയാണ് ഞാനും മാതൃശ്ശും അബിയും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നത്. ഐസിയു കയറി ബാക്കി വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് മുന്നേ തന്നെ ആ കുട്ടി പോയി.
പിന്നെ ഞങ്ങൾ പോരാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് അവരെല്ലാവരും കൂടെ ഞങ്ങളെ തടഞ്ഞു നിർത്തി കുഞ്ഞിനെ ഏറ്റെടുത്തെങ്കിൽ കേസ് കൊടുക്കും, അല്ലെങ്കിൽ പുറം ലോകം മുഴുവൻ അറിയിച്ച് നാണം കെടുത്തും എന്നൊക്കെ പറഞ്ഞു. അതൊന്നും കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന ആളല്ല നമ്മൾ. അതിനെല്ലാം മറുപടി കൊടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആ കുഞ്ഞ് അതിൻ്റെ അച്ഛൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞു. ആ സങ്കടം സഹിക്കാൻ വയ്യാതെ തന്നെയാണ് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെയുള്ള കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് വരാൻ പറ്റുമോ വസുന്ധരെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. ഇതിനെ കഴിഞ്ഞും ഗതികെട്ട് നിന്ന അവസ്ഥയിലായിരുന്നു ഇവളെ നമ്മൾ ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്നതിൽ ഞാനൊന്നും പറയുന്നില്ല അച്ഛാ, പക്ഷേ വിവാഹം കഴിക്കുന്നതിന് മുന്നാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്. അന്ന് ഇവൻ ആ കുട്ടീനെ ഏറ്റെടുക്കാതിരുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന തെറ്റല്ല എന്നൊക്കെ ദേവേന് പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുവേ, അതിനുശേഷം എല്ലാം മറച്ചു വെച്ചിട്ട് മറ്റൊരു വിവാഹം കഴിച്ചിട്ട് അതിലും വലിയ തെറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന തെറ്റ് ചെയ്തവനെ ഇദ്ദേഹം ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വസുന്ധരാമ ചോദിക്കുന്നുണ്ട്. അന്നേരത്തേക്കിനും വീണ്ടും ചോദിക്കുന്നുണ്ട്, തെറ്റ് ചെയ്ത ആളിനെ അദ്ദേഹം എന്തിനാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. കുഞ്ഞിൻ്റെ അമ്മ മോളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം കുഞ്ഞിൻ്റെ അമ്മ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് കുഞ്ഞിന് അച്ഛൻ കൂടി നഷ്ടപ്പെടാൻ പാടില്ല എന്ന് മുത്തശ്ശൻ പറയുകയാണേ. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് എൻ്റെ പഴയ സ്വഭാവം പുറത്തെടുക്കാതിരുന്നത്, ഇവനോട് ക്ഷമിച്ചത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണേ. അപ്പോഴത്തേക്കിനും ജലജി ചോദിക്കുക, ഇനി എന്താ ഭാവം എന്ന് ചോദിക്കും കേട്ടോ. അന്നത്തേക്കിനും മുത്തശ്ശൻ പറയും, അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞാണ്, അവളിനി ഇവിടെ ജീവിക്കും, അവളുടെ അച്ഛൻ ജീവിക്കുന്ന ഈ വീട്ടിൽ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. പുറം ലോകം നമ്മുടെ വലിയൊരു തറവാടാണ്. ആ തറവാടിനെ അധിക്ഷേപിക്കാനായിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ്. ചിലപ്പം കുറ്റം കേൾക്കേണ്ടി വരും, പഴി ചാരേണ്ടി വരും. നമ്മൾ ചിലപ്പം ഒരു കുറ്റവും ചെയ്യാതെയാണ് നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശം ഇങ്ങനെ ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഭിനയം കാണിക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കുറ്റം ചെയ്യാത്തവരെന്നുള്ള രീതിയിലാണ് മുത്തച്ഛൻ്റെ സംസാരം. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിനും അത് നാട്ടുകാർ വിട്ടുകൊടുക്കാതെ നമ്മുടെ കുടുംബത്തിൽ അടക്കി പിടിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുവാണേ. നാളെ മുതൽ അമ്മയില്ലാത്ത അമ്മയുടെ ആ ചൂട് ഏൽക്കാനായിട്ട് മോൾക്ക് സാധിക്കത്തില്ല. ആ ഒരു സത്യം, ആ ഒരു യാഥാർത്ഥ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. തീ ആളുന്ന സമയത്ത് വസുന്ധര നമുക്കൊരു കുഞ്ഞിനെ കൂടെ കിട്ടി. അതിനെ സംരക്ഷിക്കാനും വളർത്താനുള്ള സാഹചര്യം നമുക്കിപ്പോഴുണ്ട്. പിന്നീട് നമ്മുടെ ദേവയാനി ഒട്ടും മടിക്കാതെ തന്നെ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നുണ്ട്. അന്നത്തേക്കും നമ്മുടെ ജലജയ്ക്ക് അങ്ങ് കലിപ്പ് വരുവാണ്. അത് നീ എന്തോ ഒന്നും പറയാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ നായനയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ആദർശ് പറയുന്നത് കേട്ടോ. അയ്യോ എനിക്കൊന്നും കേൾക്കാൻ വയ്യെന്ന് പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നെ ദേവയാനി കുഞ്ഞിനെ എടുത്തിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്, മുത്തശ്ശിയൊക്കെ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അഭി അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കിന് ജലജ പുറകെ ചെല്ലുവാണ്. ഏട്ടാ നീ എന്നെ നാണം കെടുത്തിയല്ലോ, നീ എന്തായി ചെയ്തതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കോളറിനൊക്കെ പിടിക്കുകയാണ്. അന്നേരത്തേക്കിനും പറയുന്നുണ്ട്, അമ്മ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കോടതി കയറും, ബന്ധുക്കളൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും, അമ്മ ഒന്ന് വീടമ്മയെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ജലജ ഇങ്ങനെ പറയുകയാണ്, ഒരുത്തി ഇങ്ങോട്ട് കുഞ്ഞിനെ കൊണ്ട് വരാനായിട്ടിരിക്കുക, അപ്പോഴാണ് നീ ഇതിനെ കൊണ്ട് വന്നേക്കുന്നത്, അങ്ങനെയെങ്കിൽ നീ അവളോട് പറയട്ടെ, അതിനെ കൂടെ കൊല്ല്. ഇങ്ങനെയൊക്കെ ആയിരിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നിങ്ങനെ അഭി മനസ്സിൽ വിചാരിക്കുമ്പോൾ നീ എന്താണ് ആലോചിക്കുന്നത് ഇങ്ങനെ ആദർശിച്ച് ചോദിക്കുക. അപ്പോഴത്തേക്കിനും നവി ഇടയ്ക്ക് വിളിച്ചിരുന്ന് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, നീ ഇപ്പോൾ പെയിൻ അനുഭവിക്കുകയാണല്ലോ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശിന് കോൾ വരും കേട്ടോ. അങ്ങനെ അവർ വീണ്ടും വണ്ടി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ വരികയാണ്. അപ്പം നമ്മുടെ അബിയുടെ കൂട്ടുകാരെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ശവം എടുക്കാൻ നേരത്തേക്കിനും ചെറുതായിട്ട് കാലൊന്ന് ഇളകി, അതുകൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ തിരിച്ചു കൊണ്ടുവന്നാന്ന് പറയും കേട്ടോ അബിയോടെ. അങ്ങനെ ഉള്ളിലേക്ക് കയറി ചെല്ലും കേട്ടോ. മുത്തശ്ശനും ആദർശും എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലും. ഐസിയുൻ്റെ അവിടെ ചെന്ന് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഡോക്ടർ ഇറങ്ങി വരും കേട്ടോ. നേരിയത് ചലനമുണ്ട്, ശ്വാസം പോയിട്ടില്ല എന്നിങ്ങനെ പറയും കേട്ടോ. പക്ഷേ കോമ സ്റ്റേജിലാണ്, ഒരക്ഷരം പോലും സംസാരിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമായി പോയല്ലോ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. അന്നത്തേക്കും നമ്മുടെ അബി അവരുടെ ബന്ധുക്കളോട് നിൽപ്പുണ്ട്, അവരെ ഒന്ന് ചെന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അബി ഓടിപ്പോകുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക്